അടുത്തിടെ രേണുസുധിയുടെ എന്ന പേരിൽ ചില ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ലീക്കായിരുന്നു. ഡയറക്റ്റായി മീറ്റ് ചെയ്യാൻ എത്ര രൂപയാണെന്ന് ഒരാൾ ചോദിക്കുന്നതും മാനേജറുമായി സംസാരിക്കുമെന്ന് രേണു മറുപടി നൽകുന്നതുമെല്ലാം ലീക്കായ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിൽ ഉണ്ടായിരുന്നു. നല്ല ഉദ്ദേശത്തോടല്ല ആ വ്യക്തിയുമായി രേണു ചാറ്റ് ചെയ്തതെന്ന് പുറത്തുവിട്ട ചാറ്റ് ഒറിജിനലാണെന്നും ഇതിനേക്കാൾ വലുത് തന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഷെഫീന ബീവി പറഞ്ഞു. എന്നാൽ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതിന് മറ്റ് അർത്ഥങ്ങളോ ഉദ്ദേശമോ ഇല്ലെന്ന് പറയുകയാണ് രേണുസുധി. വൈറലായത് തൻ്റെ ചാറ്റാണെന്ന് പോലും അറിയില്ലെന്നും എഐ ആകാൻ സാധ്യതയുണ്ടെന്നും രേണു പറഞ്ഞു. ചാറ്റിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് ഓർമ്മയുമില്ല. ചാറ്റാണോ എഐ വെച്ച് ചെയ്തതാണെന്നോ അറിയില്ല. ഞാനത് കണ്ടതുമില്ല. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ എന്ന് മാത്രമേ ഞാൻ സാധാരണ പറയാറുള്ളത്. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ എന്നാണ് ഞാൻ പറയാറുള്ളത്. പ്രൊമോഷൻ വേണോ നിങ്ങൾക്ക് മാനേജറെ കോൺടാക്ട് ചെയ്യാം. ഇതെല്ലാം എൻ്റെ സെലിബ്രിറ്റികളും പറയുന്നത് തന്നെയാണ്. വൃത്തികെട്ട പണിക്കൊന്നും രേണുസുധിയെ കിട്ടില്ല എന്ന് എന്നെക്കുറിച്ച് പറയുന്നവർക്ക് തന്നെ അറിയാം. നിങ്ങൾ എന്നെ കാണണോ എന്ന് മീറ്റ് ചെയ്യണോ? അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മീറ്റിംഗ് അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോഫിയോ ഷേക്കോ കുടിക്കാനോ ഒരു ഡ്രൈവ് പോകാനോ അതോ പുറത്തൊന്ന് കറങ്ങാനോ പോകാനോ അതാണ് ആ മീറ്റപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് താല്പര്യമുള്ള എൻ്റെ മാനേജറുമായി ബന്ധപ്പെട്ടാൽ മതിയെന്ന് ഞാൻ ലൈവിൽ പറയാറുണ്ട്. അതുപോലെ എന്നെ വെച്ച് ഷൂട്ടും പ്രോഗ്രാമും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരും എൻ്റെ മാനേജറുമായി ബന്ധപ്പെട്ടാൽ മതി. അതാണ് അതിൽ എന്താണ് പ്രശ്നം? പിന്നെ ലീക്കായ ചാറ്റ് ഞാൻ കണ്ടിട്ടില്ല. അത് എൻ്റേത് തന്നെയാണെന്ന് പോലും എനിക്ക് സംശയമാണ്. ഓർമ്മ പോലുമില്ല എന്നാണ് സംഭവിച്ചതെന്നും രേണു പറയുന്നു. രേണുവിൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരാണോ ചാറ്റിങ്ങിന് അപ്പുറത്തുള്ള വ്യക്തി? കാരണം രേണു എക്സ്ക്ലൂസീവായിരുന്ന വീഡിയോയിൽക്കെല്ലാം അയാൾ റീപ്ലൈ സ്മൈലും മറ്റും അയച്ചിരിക്കുന്നതും ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടിൽ കാണാം. നിക്കർ വിധവ എന്ന പരിഹാസമുള്ള മറുപടിയും സബ്സ്ക്രിപ്ഷനെക്കുറിച്ച് രേണു സംസാരിച്ചിരുന്നു.